വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ K സുധാകരനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. K സുധാകരനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. NM വിജയന്റെ ആത്മഹത്യക്ക് പലവിധ കാരണങ്ങളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. വയനാട് DCC അധ്യക്ഷനും വയനാട് DCCയുടെ മുൻ ട്രഷററും ഒക്കെ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് K സുധാകരനെയും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നതായി പോലീസ് വെളിപ്പെടുത്തിയത്. അങ്ങനെ സംഭവിച്ചാൽ അത് കോൺഗ്രസിന് തേച്ചാലും മാച്ചാലും തീരാത്ത കളങ്കമായി മാറും. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ നടപടിയിലേക്ക് നീങ്ങുകയാണ്. K സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. അതിന് അവർ കാരണം പറയുന്നത് മറ്റൊന്നാണ്. K സുധാകരനും VD സതീശനും ഐക്യത്തോടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് KPCCയിൽ നേതൃമാറ്റത്തിന് കളമൊരുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. KPCC അധ്യക്ഷൻ K സുധാകരന് പകരമായി 6 പേരുകളാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു നിർദ്ദേശിച്ചത് എന്നാണ് വിവരം. കനകോലുവിന്റെ ടീം നടത്തിയ സർവേയിലാണ് പേരുകൾ വന്നിരിക്കുന്നത്. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സതീശൻ കർക്കശ രീതിയിലാണ് പെരുമാറുന്നത്. ഇതൊക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും. സുധാകരൻ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയമായാൽ അത് കോൺഗ്രസിന് UDFന് വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെ സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. സതീശന്റെ കർക്കശ രീതി ഒരിക്കലും ശരിയല്ല എന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ മാറ്റിവെച്ചതും സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ ഇരു നേതാക്കളും തയ്യാറാകാതിരുന്നതും അനൈക്യത്തിന്റെ തെളിവായി ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ NM വിജയന്റെ ആത്മഹത്യ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് സുധാകരനും സതീശനും ഒന്നിച്ചു പോകാൻ പ്രയാസമാണ്. ദീപാദാസ് മുൻഷി വിശദമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിന്. എന്തായാലും K സുധാകരൻ അദ്ദേഹം ഇപ്പോൾ ആകെ മൊത്തം കുരുക്കിലായിരിക്കുകയാണ്. K സുധാകരന് പകരം ആര് KPCC അധ്യക്ഷനാകും എന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നു. ശശി തരൂരിനെ KPCC അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഗ്രൂപ്പുകളില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂർ KPCC അധ്യക്ഷനായാൽ കോൺഗ്രസിനെ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് K സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സുനിൽ കനകോലുവാണ്. NM വിജയന്റെ ആത്മഹത്യ കോൺഗ്രസിന് വലിയ ക്ഷീണമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ആത്മഹത്യയുടെ പേരിൽ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് K സുധാകരനെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് ഇന്നലെ വെളിപ്പെടുത്തിയത്. ഇത് കോൺഗ്രസിന് വലിയ ക്ഷീണമായി മാറും. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആശ്രിത വത്സരരെ മാത്രമേ പ്രോത്സാഹിപ്പിക്കാവൂ. സതീശനും അങ്ങനെ തന്നെ. ഇരു കൂട്ടരും ഒന്നിച്ച് പോകുന്നില്ല. K സുധാകരൻ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന പക്ഷം അത് ഇടതുപക്ഷം ആയുധമാക്കി മാറ്റും. അത് കോൺഗ്രസിനും UDFനും വലിയ തിരിച്ചടിയായി മാറും. സുധാകരൻ KPCC അധ്യക്ഷനായി വന്നപ്പോൾ കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സെമി കേഡർ പാർട്ടിയെങ്കിലും ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒന്നും നടന്നില്ല. കോൺഗ്രസിനൊരു ചാനലുണ്ട്, ജയ്ഹിന്ദ് TV. ആ ചാനൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. 5 പൈസ പോലും ശമ്പളം കൊടുത്തിട്ടില്ല. ശമ്പളമൊക്കെ ആ ചാനലിൽ മുടങ്ങിക്കിടക്കുകയാണ്. പ്രധാനപ്പെട്ട മുതിർന്ന ജേർണലിസ്റ്റുകളെല്ലാം ജയ്ഹിന്ദ് ചാനൽ വിട്ടുപോയി. ഇപ്പോൾ ട്രെയിനികളെ കൊണ്ടാണ് ജയ്ഹിന്ദ് ചാനൽ നടത്തുന്നത് എന്നാണ് വിവരം. മാത്രമല്ല, വീക്ഷണം പത്രത്തിന്റെ സർക്കുലേഷൻ കുത്തനെ വർദ്ധിപ്പിക്കുമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു.
അത് കുത്തനെ താണിടിഞ്ഞു. ചുരുക്കത്തിൽ സുധാകരൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പരാജയമാണെന്ന് സുനിൽ കനകലു റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതിനിടയിലാണ് NM വിജയന്റെ ആത്മഹത്യ വന്നത്. ആ ആത്മഹത്യക്ക് പിന്നിൽ കോൺഗ്രസിലെ ഉയർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. തുടർന്നാണ് വയനാട് DCC അധ്യക്ഷനും വയനാട് DCCയുടെ മുൻ ട്രഷററും ഒക്കെ ചോദ്യം ചെയ്യലിന് വിധേയമായത്. തുടർച്ചയായി ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ പോലീസ് അടുത്ത ബോംബ് പൊട്ടിച്ചത്. KPCC അധ്യക്ഷൻ സുധാകരനെയും ചോദ്യം ചെയ്യും എന്നതാണ് ബോംബ്. അങ്ങനെ ചോദ്യം ചെയ്യലിന് വിധേയമായാൽ സുധാകരനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. NM വിജയൻ വയനാട്ടിൽ അറിയപ്പെടുന്ന നേതാവായിരുന്നു, നിഷ്കളങ്കനായ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് പിന്നിൽ വൻ കൈകളുണ്ടെന്ന്, അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യക്ക് നയിച്ചതാണെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യ കോൺഗ്രസിനെ ഇളക്കി മറിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുനിൽ കനകലു കയറി ഇടപെട്ടിരിക്കുന്നത്. കേരളത്തിൽ സുധാകരൻ സമ്പൂർണ്ണ പരാജയമാണ്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയമായാൽ പിന്നീട് സുധാകരനെ ആ സ്ഥാനത്തിരുത്തുന്നത് അപകടമാണ് കോൺഗ്രസിന്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷനായി വരണമെന്ന് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസുകാർ പറയുന്നു. ശശി തരൂർ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഗ്ലാമർ മുഖം ലഭിക്കും. മാത്രമല്ല ശശി തരൂരിനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാനൊക്കെ ശ്രമിക്കുന്നത് തടയാനും പറ്റും. KPCC അധ്യക്ഷനായി ശശി തരൂരിനെ ഇരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. എന്തായാലും സുധാകരൻ പുറത്താകാൻ പോകുന്നു എന്നത് 100% ഉറപ്പായി കഴിഞ്ഞു. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പണ്ടത്തെ പോലെ ചടുലമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ അദ്ദേഹത്തിന് കോൺഗ്രസിനുള്ളിൽ ശക്തമായ എതിർപ്പുണ്ട്. കോൺഗ്രസിന്റെ പല തലമുതിർന്ന നേതാക്കളെയും സുധാകരൻ വെട്ടിമാറ്റുന്നു എന്ന ആരോപണം ശക്തമാണ്. തന്റെ സിൽബന്ധികളെ മാത്രം സുധാകരൻ സംരക്ഷിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് സുധാകരന്റെ കാലം കഴിഞ്ഞുവെന്ന് ഹൈക്കമാൻഡ് സൂചന നൽകിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ കടിപിടിയുടെ കാലമാണ്. കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. NM വിജയന്റെ ആത്മഹത്യ ഇടതുപക്ഷം നല്ലൊരു ആയുധമാക്കി മാറ്റി. PP ദിവ്യ ഉണ്ടാക്കിയ ബാഡ് ഇമേജ്, PP ദിവ്യ പാർട്ടിക്ക് ഉണ്ടാക്കിയ കളങ്കം ഇതിലൂടെ മറികടക്കാൻ CPM ശ്രമിക്കുന്നു. NM വിജയന്റെ ആത്മഹത്യ മുൻനിർത്തിക്കൊണ്ട് സുധാകരനെ പൂട്ടാനാണ് ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ചും പിണറായി വിജയന്റെ ശക്തമായ നീക്കം. ഈ സാഹചര്യത്തിലാണ് സുധാകരൻ പുറത്ത് എന്ന സൂചന നൽകിയിരിക്കുന്നത്. ശശി തരൂർ KPCC അധ്യക്ഷനാകും എന്ന സൂചനയും വന്നു കഴിഞ്ഞു. സുധാകരന് പകരം 6 പേരുകൾ നിശ്ചയിച്ചതിൽ ഒന്നാമതായി നിൽക്കുന്നത് ശശി തരൂറാണ്. ശശി തരൂർ കോൺഗ്രസിന്റെ സൗമ്യമുഖമാണ്, ഗ്ലാമർ താരമാണ്. കോൺഗ്രസിനെ ഗ്രൂപ്പ് ഭേദമന്യേ കൊണ്ടുപോകാൻ ശശി തരൂറിന് സാധിക്കും എന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്.